ഹോസ്റ്റ് സെൽ ടൈപ്സ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹോസ്റ്റ് സെല്ലാന്നാണ് പറയുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ മെയിൻലി 2 ഹോസ്റ്റ് വേണം. പ്രൈമറി ഹോസ്റ്റ് വേണം, ദെൻ സെക്കൻഡറി ഹോസ്റ്റ് വേണം. ഒരു ജീൻ, ഡിസൈഡ് ആയിട്ടുള്ള ഒരു ജീൻ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി ഹോസ്റ്റ് വേണ്ടത്. ആൻഡ് ആ ഒരു ഡിസൈഡ് ജീൻ, നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ഡിസൈഡ് ജീൻ ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ എക്സ്പ്രഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി ഹോസ്റ്റ് വേണ്ടത്. സോ എ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. സോ എ സിമ്പിൾ പ്രൈമറി ഹോസ്റ്റ് is first used to isolate a gene. Then the gene is transferred to a more complex secondary host for expression. ജനറ്റിക് എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യുന്ന ഹോസ്റ്റിന് ചില ഫീച്ചേഴ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ഈസി ഹാൻഡ്ലിംഗ് ആൻഡ് പ്രൊപ്പഗേഷൻ. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ ജനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് അവൈലബിൾ ആയിരിക്കണം. Then the host should accept a wide range of vectors. നമ്മുടെ ഡിസൈഡ് ജീൻ ക്യാരി ചെയ്യുന്ന എല്ലാ ടൈപ്സിലുള്ള വെക്ടേഴ്സും റിസീവ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോസ്റ്റ്. ദെൻ ഈ 3 ഫീച്ചേഴ്സും, ഒരു ഐഡിയൽ ഹോസ്റ്റിൻ്റെ ഈ 3 ഫീച്ചേഴ്സും ഫുൾഫിൽ ചെയ്യുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമാണ് എസ്ചെറിഷ്യ. Then other commonly used prokaryotic host includes different species of Agrobacterium, Haemophilus, Neisseria, Bacillus, Pseudomonas, and Streptomyces. ബാക്ടീരിയൽ ഹോസ്റ്റ് സെൽ മെയിൻലി സ്പെസിഫിക് ജീൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോകാരിയോട്ടിക് ഹോസ്റ്റ് സെല്ലിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്, പ്രോകാരിയോട്ടിക് ഹോസ്റ്റ് സെല്ലിന് ഒരു ടിപ്പിക്കൽ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂക്കാരിയോട്ടിക് ജീൻസ് അവരിൽ ഫങ്ഷൻ ചെയ്യില്ല. സോ ഇതൊരു ജീൻ ഐസൊലേഷൻ മെക്കാനിസത്തിനെയും ജീൻ എക്സ്പ്രഷനെയൊക്കെ ഈ ഒരു കാര്യം എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ യൂക്കാരിയോട്ടിക് ഹോസ്റ്റ് സെൽസും യൂസ് ചെയ്യുന്നുണ്ട്. ജീൻ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് ഈസ്റ്റ് സെൽസും ആൽഗൽ സെൽസും യൂസ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ജനിക് ആയിട്ടുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗാനിസം, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാന്റ് സെൽസും അനിമൽ സെൽസും ഹോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് യൂക്കാരിയോട്ടിക് മൈക്രോബ് ആണ് Saccharomyces cerevisiae. It has about 3.5 times more DNA than E. coli and its complete gene sequence is known. Then genetic engineering യൂസ് ചെയ്യുന്ന other fungal strains ആണ് Aspergillus nidulans and Neurospora crassa. Then unicellular green algae Chlamydomonasum RDNA ടെക്നോളജിയിൽ ഹോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റീകോംബിനന്റ് DNA ടെക്നോളജിക്ക് വേണ്ട അടുത്തൊരു ടൂളാണ് മോളിക്കുലാർ പ്രോബ്സ്. മോളിക്കുലാർ പ്രോബ് is generally a 15 to 30 base pairs long and radioactively labeled segment or sequence of RNA, genomic DNA or complementary DNA. സോ മോളിക്കുലാർ പ്രോബ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 to 30 ബേസ് പെയർസ് ആണ്. ആൻഡ് അവർ റേഡിയോ ആക്റ്റീവ്ലി ലേബൽ ചെയ്തിട്ടുണ്ടാവും. And it is used for detecting a complementary sequence by hybridization technique. Southern blotting, northern blotting പോലെയുള്ള ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് വഴി കോംപ്ലിമെൻ്ററി സീക്വൻസിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോളിക്കുലാർ പ്രോബ്സ് യൂസ് ചെയ്യുന്നത്. So these probes can recognize complementary sequences. So they are significant in the identification and isolation of specific DNA sequences in an organism. സോ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ DNA സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോളിക്കുലാർ പ്രോബ്സ് യൂസ് ചെയ്യുന്നത്. ഡിസൈഡ് ജീൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോളിക്കുലാർ പ്രോബ്സ് യൂസ് ചെയ്യുമ്പോൾ ആ മോളിക്കുലാർ പ്രോബ് ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിലായിരിക്കും. സോ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് DNA സീക്വൻസ് നമുക്ക് കിട്ടും. DNA ക്ലോണിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ഡിസൈഡ് DNA ക്യാരി ചെയ്യുന്ന റീകോംബിനന്റ് ക്ലോണിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ മോളിക്കുലാർ പ്രോബ്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ കൺഫർമേഷൻ ഓഫ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എ DNA ഇൻസേർട്ട് ഇൻ ദ ഹോസ്റ്റ് ജീനോം ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ ഇൻ ട്രാൻസ്ഫോംഡ് സെൽ. ഹോസ്റ്റിൻ്റെ ജീനോമിൽ നമ്മൾ കൊടുത്ത ഡിസൈഡ് ജീൻ എത്തി എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോളിക്കുലാർ പ്രോബ്സ് യൂസ് ചെയ്യാം. ദെൻ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ for the identification of plant varieties, criminals, parental relationships, etc. ഇതിനും മോളിക്കുലാർ പ്രോബ്സ് യൂസ് ചെയ്യുന്നുണ്ട്.
Then in situ hybridization for determining the location of a specific sequence in a specific chromosome. Then accurate diagnosis of the diseases caused by parasites, pathogens, or defective viruses. Then molecular probes are used in the preparation of the genome maps of eukaryotes, including man. Then RFLP, that is restriction fragment length polymorphism പോലെയുള്ള മാപ്പിംഗ് ടെക്നിക്കിന് വേണ്ടിയിട്ട് മോളിക്കുലർ പ്രോബ്സ് യൂസ് ചെയ്യും. ദെൻ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ അടുത്ത ടൂളാണ് ലിങ്കേഴ്സ്. Linker is a short, double-stranded, self-complementary and blunt-ended synthetic oligodeoxyribonucleotide. So, linker synthetic ആയിട്ടുള്ള double-stranded, self-complementary oligodeoxyribonucleotide sequence ആണ്. സോ അവരുടെ ബേസ് സീക്വൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം. ദെൻ അവർക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്ന് കട്ട് ചെയ്യുന്ന സ്പെസിഫിക് റെക്കഗ്നിഷൻ സൈറ്റ്സും ഉണ്ട്. സോ ഇവരുടെ ബേസ് സീക്വൻസിങ് അതേപോലെ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഒക്കെ ഓൾറെഡി നോൺ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ലിങ്കർ മോളിക്യൂൾ ആൻഡ് ദിസ് ഇസ് ദ DNA ടു ബി ക്ലോൺഡ്. നമ്മുടെ ഡിസൈഡ് DNA അതേപോലെ ഈ വെക്ടറും തമ്മിൽ പെട്ടെന്ന് ലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിങ്കേഴ്സ്. സോ ലിങ്കർ നമ്മളൊരു ഈ ക്ലോൺ ചെയ്യുന്ന DNA കൂടെ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെക്ടറായിട്ട് ലിങ്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്കർ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നത്. ഈ ക്ലോൺ ചെയ്യേണ്ട DNA ഈ ലിങ്കർ മോളിക്യൂളിന് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ലിങ്കറിന് ഫോസ്ഫോറിലേഷൻ നടത്തും. ആൻഡ് ദിസ് ഫോസ്ഫോറിലേഷൻ ഈസ് ഡൺ യൂസിങ് ATP ആൻഡ് ദ എൻസൈം പോളിന്യൂക്ലിയോറ്റൈഡ് കൈനേസ്. പോളിന്യൂക്ലിയോറ്റൈഡ് കൈനേസ് എന്ന് പറഞ്ഞൊരു എൻസൈം വെച്ചിട്ട് ഈ ലിങ്കറിന് ഫോസ്ഫോറിലേഷൻ നടക്കും. ഫോസ്ഫോറിലേഷൻ മീൻസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യും ഈ ലിങ്കറിലേക്ക്. അങ്ങനെ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ലിങ്കേഴ്സ് ആണ് ഈ DNA ബ്ലണ്ട് എൻഡിലേക്ക് ലിഗേറ്റ് ചെയ്യുന്നത്. DNA ലിഗേസ് എന്ന് പറഞ്ഞ എൻസൈം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലിഗേഷൻ നടക്കുന്നത്. ഇതിന്റെ ബ്ലണ്ട് എൻഡിലേക്ക് ഈ ലിങ്കർ വന്ന് ജോയിൻ ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് ദ എൻസൈം DNA ലിഗേസ്. ദെൻ ഈ ലിങ്കർ DNA കൺസ്ട്രക്ട്, ഇതാണ് ലിങ്കർ DNA കൺസ്ട്രക്ട്. ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോഴാണ് അതിന് കൊഹസീവ് ആയിട്ടുള്ള എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റെസ്ട്രിക്ഷൻ എൻസൈം വന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിന് കൊഹസീവ് എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ വെക്ടർ DNA ഏതാണ്? വെക്ടർ DNA ആ സെയിം എൻസൈം വെച്ച് കട്ട് ചെയ്യിപ്പിക്കും. സോ ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസ് ദ കൊഹസീവ് ഓർ സ്റ്റിക്കി എൻഡ്സ്. സോ ഇത് രണ്ടും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് വെക്ടറിനെയും അതേപോലെ ഈ ഒരു ദ ലിങ്കർ DNA കൺസ്ട്രക്റ്റിനെയും കട്ട് ചെയ്യുന്നത്. ഫൈനലി ദ കൺസ്ട്രക്റ്റ് ഈസ് ലിഗേറ്റഡ് ടു ദ വെക്ടർ making use of their cohesive ends and an appropriate DNA ligase. DNA ligase വെച്ചിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ട് വെക്ടറിലേക്ക് ലിഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ എ റീകോംബിനന്റ് ക്ലോണിംഗ് വെക്ടർ. Then next tool used in genetic engineering is adapters. Adapters are specialized linkers with a cohesive end. Linkers പോലെ തന്നെ ഇതും ഒരു ഷോർട്ട് ഡബിൾ സ്ട്രാൻഡഡ് സിന്തറ്റിക് oligodeoxyribonucleotide ആണ്, which has more than one restriction sites, a blunt end and a protruding cohesive end. സോ അഡാപ്റ്റേഴ്സിന്റെ പ്രത്യേകത അവർക്ക് ബ്ലണ്ട് എൻഡും ഉണ്ടാകും, ഒരു പ്രൊട്രൂഡിങ് കൊഹസീവ് എൻഡും ഉണ്ടാകും. ദെൻ ഒന്നിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ സൈറ്റ്സും പ്രസന്റ് ആയിരിക്കും. അഡാപ്റ്റേഴ്സിന്റെ കൊഹസീവ് എൻഡ് എന്ന് പറയുന്നത് അതിലൊരു സിംഗിൾ സ്ട്രാൻഡഡ് എക്സ്റ്റൻഷൻ കാണും. ഒരു സ്ട്രാൻഡ് മാത്രം, ഒരു സിംഗിൾ സ്ട്രാൻഡ് മാത്രം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. ആ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന സിംഗിൾ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് സീക്വൻസസ് ആയിരിക്കും DNA മോളിക്യൂളിൽ ഉണ്ടാവുന്നത്. So the cohesive end has a single strand extension which can base pair with a corresponding complementary cohesive end of a DNA molecule. And this end is created by specific restriction endonuclease. Then അതേപോലെ blunt end ligation നടത്തും. After this blunt end ligation of a target DNA, the construct can be integrated into a vector using the cohesive end of the adapter. Adapterന്റെ കൊഹസീവ് എൻഡ് യൂസ് ചെയ്തിട്ടാണ് വെക്ടറിലേക്ക് ഈ ഒരു കൺസ്ട്രക്റ്റിന്റെ ഇന്റഗ്രേഷൻ നടത്തുന്നത്.
Adapters are commonly used to join a blunt-ended molecule to a molecule with cohesive ends, and also to join restriction fragments to those vectors with incompatible cohesive ends, and to insert a new restriction sites into cloning vectors. ഒരു ബ്ലണ്ട് എൻഡ് ഉള്ള മോളിക്യൂളിനെ ഒരു കോഹസീവ് എൻഡ് ഉള്ള മോളിക്യൂളായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് വെക്ടേഴ്സിൻ്റെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന DNA-ൻ്റെയും എൻസ് മാച്ച് ആവുന്നില്ല, അവരുടെ കോഹസീവ് എൻസ് ഇൻകമ്പാറ്റബിൾ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടും അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യും. ദെൻ ഒരു ക്ലോണിംഗ് വെക്ടറിലേക്ക് പുതിയൊരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യും. With this video, we have completed the topic Tools of Genetic Engineering.